ഹമാസിനെയും ഹിസ്ബുല്ലയെയും തങ്ങൾക്ക് നേരെ ഭീഷണിയാകുന്ന എന്തിനേയും അടിച്ചമർത്തി മുന്നോട്ട് പോകുന്നതിനിടെ ഒരു പടി കൂടി കടന്ന് ഇസ്രയേലിന്റെ പുതിയ തന്ത്രം. ജോർദാനും ലബനനും സിറിയയും ഉൾപ്പെടുത്തി ഇസ്രയേൽ ഭൂപടം പ്രസിദ്ധീകരിച്ചു. അറബ് രാജ്യങ്ങളെ ഒന്നുകൂടി വിറളി പിടിപ്പിക്കുകയാണ് ഇസ്രയേൽ. ഭീകരവാദ ശക്തികൾക്ക് കനത്ത പ്രഹരം നൽകുക എന്ന ആ ഉദ്ദേശം വളരെ കൃത്യമായി പുതിയ ഭൂപടത്തിലൂടെ നടപ്പാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ. പലസ്തീന്റെയും ലബനന്റെയും പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പുതിയ ഭൂപടം പ്രസിദ്ധീകരിച്ച് അറബ് രാഷ്ട്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ ഭീകരരുമായി ശക്തമായ പോരാട്ടം തുടരുന്നതിനിടെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുതിയ ഭൂപടം പുറത്തുവിട്ടിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ അമർഷം രേഖപ്പെടുത്തി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. പലസ്തീന് പുറമെ ജോർദാൻ, ലബനൻ, സിറിയ എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങൾ ഇസ്രയേലിനോട് ചേർത്തുകൊണ്ടാണ് പുതിയ ഭൂപടം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് 3300 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഇസ്രയേലാണ് ഭൂപടത്തിൽ ഉള്ളത് എന്നാണ് ഇസ്രയേൽ ഭരണകൂടം വ്യക്തമാക്കുന്നത്. 3000 വർഷങ്ങൾക്ക് മുൻപാണ് ഇസ്രയേൽ സാമ്രാജ്യം ഉണ്ടായത് എന്ന കാര്യം നിങ്ങൾക്ക് അറിയുമോ എന്ന് വിദേശകാര്യമന്ത്രി ചോദിക്കുന്നു. സ്വന്തം ശക്തിയുടെ പുനരുദ്ധാരണത്തിനും രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിനും വേണ്ടിയാണ് ജൂത സമൂഹം മുഴുവൻ കാത്തിരുന്നത്. 1948 മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യമായിരുന്നു മിഡിൽ ഈസ്റ്റ്. 3 രാജാക്കന്മാർ ഇസ്രയേലിൽ 120 വർഷക്കാലം ഭരിച്ചു. ഇസ്രയേലിന്റെ ചരിത്രത്തിലേറെ നിർണായകമായിരുന്നു ഈ കാലഘട്ടം. സംസ്കാരം, സാമ്പത്തികം, മതം എന്നീ സമസ്ത മേഖലയുടെയും വളർച്ച ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. അതേസമയം ഖത്തർ, ജോർദാൻ, UAE എന്നീ രാജ്യങ്ങളാണ് ഇസ്രയേലിന്റെ ഈ പുതിയ ഭൂപട നടപടിയിൽ എതിർപ്പ് പ്രകടമാക്കി രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റു മേഖലകൾ കയറി ഇസ്രയേൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്ന് ജോർദാൻ നിലപാട് വ്യക്തമാക്കി. അന്താരാഷ്ട്ര നയങ്ങളുടെ ലംഘനമാണ് ഇസ്രയേൽ നടത്തുന്നത് എന്നാണ് ഖത്തർ സംഭവത്തോട് പ്രതികരിച്ചത്. ഭൂമി കയ്യേറാനും അന്താരാഷ്ട്ര നിയമങ്ങൾ ബോധപൂർവം ലംഘിക്കാനുമുള്ള ശ്രമമാണ് ഇസ്രയേലിന്റേത് എന്ന് UAEയും വ്യക്തമാക്കിയിരിക്കുന്നു. ദോഹ, അബുദാബി അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങൾ, ജോർദാൻ, ലബനൻ, സിറിയ എന്നിവയുടെ ചില പ്രദേശങ്ങൾ ഇസ്രയേലിന്റെ ഭാഗമാണ് എന്ന് അവകാശപ്പെടുന്ന ഭൂപടം ഇസ്രയേൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അക്കൗണ്ടുകൾ പ്രസിദ്ധീകരിച്ച നടപടിയെ വളരെ ശക്തമായ ഭാഷയിൽ അപലപിച്ചാണ് ഖത്തർ ഭരണകൂടം രംഗത്ത് വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര പ്രമേയങ്ങളുടെയും നിയമവ്യവസ്ഥകളുടെയും നഗ്നമായ ലംഘനമാണ് ഇസ്രയേൽ നടപടിയെന്ന് ഖത്തർ കുറ്റപ്പെടുത്തുന്നു. ഇത്തരം വിവാദ ഭൂപടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് മേഖലയിലെ സമാധാനത്തിനുള്ള സാധ്യതകളെ തടസ്സപ്പെടുത്തുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതൊരു സൂചന കൂടിയാണ്. കാരണം സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത്തരത്തിലൊരു വിവാദ ഭൂപടത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് പരോക്ഷമായി ഖത്തർ ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് ഗസയ്ക്കെതിരെ തുടരുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായ 1967 അതിർത്തികളിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ സ്ഥാപനം ഉൾപ്പെടെയുള്ള ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളുടെ കാര്യത്തിലുള്ള ഖത്തറിന്റെ ഉറച്ച നിലപാട് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിക്കാനും ഇത് ഇടയാക്കി. കൂടുതൽ അറബ് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഇസ്രായേൽ ഭൂപടം ഔദ്യോഗിക സർക്കാർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പ്രസിദ്ധീകരിച്ച നടപടിയെ അപലപിച്ച് UAEയും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഭൂപടങ്ങൾ അധിനിവേശം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കൂടുതൽ സംഘർഷം സൃഷ്ടിക്കാൻ സാധിക്കൂ എന്ന് ഓർമ്മപ്പെടുത്തലോടെയാണ് UAE പ്രതികരണം നടത്തിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സമാധാന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ പ്രാദേശിക അന്തർദേശീയ ശ്രമങ്ങളും ശക്തിപ്പെടുത്തേണ്ട സമയത്ത് ഇത്തരമൊരു വിവാദ ഭൂപടത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. ഫലസ്തീൻ വിഷയത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിനും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും ഭീഷണിയായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെയുള്ള ഇസ്രയേലിന്റെ ഈ നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇസ്രയേലിനോട് UAE ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയവരിൽ ഉൾപ്പെട്ട യൂസഫ് സിയാദ് എന്ന 53-കാരന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെടുത്തു. തെക്കൻ ഗാസ മുനമ്പിലെ ഹമാസ് തീവ്രവാദികളുടെ ഒരു തുരങ്കത്തിനുള്ളിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ഇസ്രയേൽ സൈനിക വൃത്തങ്ങളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സിയാദിന്റെ 22-കാരനായ മകൻ ഹംസ സിയാദിന്റെ മൃതദേഹവും കണ്ടെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. പക്ഷേ അക്കാര്യം സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7 യൂസഫ് സിയാദിനെയും മക്കളായ ഹംസ, ബിലാൽ, ആയിഷ എന്നിവരെയും ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഗാസ അതിർത്തിക്ക് സമീപമുള്ള ജോലി സ്ഥലത്ത് നിന്നാണ് ഇവരെ ഭീകരർ പിടിച്ചുകൊണ്ടുപോയത്. 50 ദിവസം തടവിൽ കഴിഞ്ഞതിന് ശേഷം 2023 നവംബർ 30 ബിലാലിനെയും ആയിഷയും ഹമാസ് വിട്ടയച്ചിരുന്നു. അതേസമയം യൂസഫും ഹംസയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. യൂസഫിന്റെ മൃതദേഹം തിരിച്ചറിയുന്നതിനായി ഇസ്രയേലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. യൂസഫിന്റെ വീട്ടുകാരെയും ഇസ്രയേൽ അധികൃതർ ഇക്കാര്യം അറിയിച്ചിരുന്നു. യൂസഫിന്റെ മകൻ ഹംസയും കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് സൈന്യം കരുതുന്നത്. തുരങ്കത്തിനുള്ളിൽ നിന്ന് യൂസഫിന്റെ മൃതദേഹത്തിനൊപ്പം 2 ഹമാസ് തീവ്രവാദികളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. യൂസഫ് രക്ഷപ്പെടാതിരിക്കാൻ കാവൽ നിന്നവരാണ് ഈ തീവ്രവാദികൾ എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത അതേ സ്ഥലത്തല്ല യൂസഫിന്റെ മൃതദേഹം കണ്ടെടുത്തത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. രഹസ്യമായി ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുരങ്കത്തിൽ ഇസ്രയേൽ സൈന്യം പരിശോധന നടത്തിയത്. യൂസഫ് സിയാദിൻ മരിച്ചിട്ട് ഏറെ നാളുകളായി എന്നാണ്
സൂചന. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയത് യൂസഫിന്റെ മൃതദേഹത്തിനൊപ്പം മകൻ ഹംസയുടെ മൃതദേഹവും കണ്ടെടുത്തു എന്നാണ്. സൈന്യം ഇക്കാര്യം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഉൾപ്പെടെയുള്ള പ്രമുഖർ യൂസഫിന്റെ കുടുംബത്തെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. യൂസഫിന്റെ മക്കളായ ബിലാലിനെയും ഐഷയും രക്ഷിച്ചതുപോലെ യൂസഫിനെയും മകൻ ഹംസയും രക്ഷിക്കാൻ കഴിയും എന്നാണ് കരുതിയിരുന്നത് എന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. യൂസഫിന് 2 ഭാര്യമാരിലായി 19 മക്കളാണ് ഉള്ളത്. മൂത്ത മകനായ ഹംസയും വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. തങ്ങൾ അറബ് വംശജരാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു എന്നാണ് യൂസഫിന്റെ മകനായ ബിലാൽ മോചിപ്പിക്കപ്പെട്ട സമയത്ത് വെളിപ്പെടുത്തിയത്. കുടുംബത്തിലെ 4 പേരെ ഒരുമിച്ചാണ് ഭീകരർ പാർപ്പിച്ചിരുന്നത്. ഹമാസ് തട്ടിക്കൊണ്ടുപോയ 251 ബന്ദികളിൽ ഇപ്പോൾ 94 പേരാണ് ജീവിച്ചിരിപ്പുള്ളത് എന്നാണ് കരുതപ്പെടുന്നത്. ഇവരിൽ 34 പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.